എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ, എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും. ഷാജിച്ച, അച്ഛൻ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അച്ഛന് ഇഷ്ടപ്പെട്ട മെലഡി ഏതാ ഒന്ന് പറയാമോ? അങ്ങനെ പറയാൻ പാടാണ്. പക്ഷേ കുറേ മെലഡികൾ, വളരെ ഇഷ്ടപ്പെട്ട മെലഡികൾ ഒത്തിരിയുണ്ട്. എങ്കിലും എനിക്ക് വളരെ ഒരു സൂത്തിങ് ആയിട്ട് തോന്നിയ ഒരു ശാന്തമായ ഒരു പാട്ടെന്ന് വെച്ചാൽ, ഈ പാട്ടിൻ്റെ പ്രത്യേകത ഇത് ഞാൻ കമ്പോസ് ചെയ്തതാണ്. എന്ന് വെച്ചാൽ എൻ്റെ ശ്രമം ഒത്തിരി വന്നിട്ടുള്ളൊരു പാട്ടാണ്. സാധാരണ പാട്ടുണ്ടാകുന്ന പോലെ ഉണ്ടായതല്ല. ഇരുന്ന് പ്രാർത്ഥിച്ച് കമ്പോസ് ചെയ്തെടുത്ത് ഒത്തിരി സമയം എടുത്തിട്ടുണ്ട്. ഈ പാട്ടിൻ്റെ പ്രത്യേകത ഏതാണ്? ഒരുപാട് സമയമെടുത്ത് ഞാൻ കമ്പോസ് ചെയ്തൊരു പാട്ടാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ട്. അങ്ങനെ അത്രയും സമയമെടുത്തെന്ന് പറയുമ്പോൾ അച്ഛന് ഒത്തിരി അതിൽ നിന്ന് തന്നെ കുറേ അനുഭവങ്ങൾ ഉണ്ടായി കാണണമല്ലോ. അതൊരു എന്താ പറയുക, ഒരു ടോട്ടൽ ലൈഫ്, ഒരു ജീവിതം തന്നെ ഒരു പെർഫെക്റ്റ് പ്രാർത്ഥനാഗാനം അത്. അതൊന്ന് പിന്നീടൊന്ന് വീണ്ടും ഒന്ന് പാടി കേൾക്കണമെന്ന് ആഗ്രഹമൊക്കെ തോന്നിയിട്ടുണ്ട്. ആരും പാടിയൊന്നും കേട്ടിട്ടുമില്ല പാട്ട് പൊതുവെ. അത് ആ ഡിവൈൻ ഹീലർ എന്ന ആൽബത്തിൽ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല. അപ്പോൾ ആ പാട്ടിൻ്റെ ഓളത്തിൽ ഈ പാട്ടെല്ലാം വിസ്മരിക്കപ്പെട്ടു പോയി. ഷാൻ എന്ന പാട്ടുകാരൻ പാടിയ പാട്ടാണ്. ആണല്ലേ? നീയേ എൻ്റെ ആശ്രയം, എൻ്റെ ദൈവമേ, രാപ്പകൽ എന്നാനന്ദം നിന്റെ നാമമാ. കർത്താവേ, നീ എന്നും കാവൽ വിളക്കാകണേ. നൊന്തു നീറിക്കേഴുമെൻ്റെ ഏകദൈവം നീയേ എൻ്റെ ആശ്രയം, എൻ്റെ ദൈവമേ, രാപ്പകൽ എന്നാനന്ദം നിന്റെ നാമമാ. സ്നേഹമുള്ള വാക്കുകൾ, നിന്നെ വാഴ്ത്തും കീർത്തനം, സുന്ദരമാം പുഞ്ചിരി, പുണ്യഗീതമഞ്ജരി, മനവും തനുവും ജീവനും എരിയും മെഴുകിൻ നാളങ്ങൾ, മനവും തനുവും ജീവനും എരിയും മെഴുകിൻ നാളങ്ങൾ, പാടുന്നു സ്തോത്രഗീതം, നീയേ എൻ്റെ ആശ്രയം.
രാപ്പകലിന്നാനന്ദം നിന്റെ നാമമാ. കണ്ണുനീർക്കണങ്ങളോ പ്രാർത്ഥനാജപം എൻ്റെ നൊമ്പരങ്ങളോ പുണ്യതീർത്ഥവും കണ്ണുനീർക്കണങ്ങളോ പ്രാർത്ഥനാജപം എൻ്റെ നൊമ്പരങ്ങളോ പുണ്യതീർത്ഥവും ഞാൻ സഹിച്ച യാതന പുണ്യധൂപച്ചുരുളുകൾ വേദനിച്ച യാമങ്ങൾ പൂജയ്ക്കുള്ള പൂക്കളും അനുഭവമഖിലവും യേശുവേ അനുപമ നന്മകളാക്കി നീ അനുഭവമഖിലവും യേശുവേ അനുപമ നന്മകളാക്കി നീ ആശീർവദിക്കണമേ നീ എൻ്റെ ആശ്രയം എൻ്റെ ദൈവമേ. രാപ്പകലിന്നാനന്ദം നിന്റെ നാമമാ. കർത്താവേ നീ എന്നും കാവൽ വിളക്കാകണേ. നൊന്തു നീറിക്കീഴുമെൻ്റെ ഏകദൈവം നീ എൻ്റെ ആശ്രയം എൻ്റെ ദൈവമേ. രാപ്പകലിന്നാനന്ദം നിന്റെ നാമമാ. ഈശോ മാത്രമാണ് എല്ലാം, എല്ലാം അങ്ങാണ് അല്ലേ? ശരിക്കും ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നെടുങ്കുന്നം ചങ്ങനാശ്ശേരി കറുകച്ചാലിനടുത്ത് നെടുങ്കുന്നം എന്നൊരു മാനസിക രോഗ ആശുപത്രിയിൽ മാനസിക നിലയ്ക്ക് കൂടുതൽ വ്യത്യാസമുള്ളവരോടൊപ്പം വസിക്കാനിട വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് ലൈസൻഷ്യേറ്റ് ചെയ്തപ്പോൾ 3 മാസം അവധി വന്നു. ഈ ഓരോ 3 മാസവും 2 തവണയായിട്ട് ഞാൻ ഈ സ്ഥലത്തേക്ക് ബഹുമാനപ്പെട്ട ആൻ്റണി മണ്ണാർകുളത്ത് അച്ഛൻ്റെ കൂടെ ശുശ്രൂഷയിനിട വന്നു. ശരിക്കും കുഞ്ഞുനാൾ തൊട്ട് ഈ വേദനകളൊക്കെ കിട്ടിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം സാഹചര്യങ്ങളോട് ഇണങ്ങാൻ പറ്റുമായിരുന്നുകൊണ്ട് ഞാൻ ഇവരുടെ കൂടെ പുല്ല് പറിക്കാൻ പോവുകയും വെള്ളം കോരാൻ പോവുകയും ഇവർക്ക് നല്ല ആഹാരം എവിടെ നിന്നൊക്കെ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയും, അവിടെ നല്ല ആഹാരമാണ് കേട്ടോ, പക്ഷേ അക്കൂട്ടത്തിൽ സന്തോഷം വരാൻ വേണ്ടി പൊറോട്ടയും ഇറച്ചിയൊക്കെ ഇടയ്ക്ക് അപ്രതീക്ഷിതമായി മെനു തെറ്റിച്ച് കൊടുക്കുക, അവരോടെ കിളയ്ക്കാൻ വേണ്ടി പോവുക, പാവലിടുക. അങ്ങനെ ഇവർ വസിക്കുന്ന മുറികളിൽ പൊതുവെ കൂടുതൽ മരുന്ന് കഴിക്കുന്നവരുടെ മുറികളിൽ നിന്ന് കൂടുതൽ വൃത്തിയാകാനൊക്കെ പറ്റത്തില്ല. അപ്പോൾ ദുർഗന്ധമൊക്കെ വരും. അപ്പോൾ എനിക്ക് പാടായിരുന്നു. എന്നാലും ഒരു മുഖച്ചൊളിവില്ലാതെ അവരുടെ കൂടെ ആയിരിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാവരെയും തട്ടുകയും എൻ്റെ കയ്യിൽ പിടിച്ചും വൃത്തിഹീനമായ കൈകൊണ്ട് നമ്മളെ തൊടുകയും തുപ്പലൊക്കെ പറ്റുകയൊക്കെ ചെയ്യും. ഒത്തിരി ഒന്നും ഞാൻ സഹിച്ചിട്ടില്ല. എങ്കിലും അവരുടെ കൂടെ ഇങ്ങനെ ആയിരുന്ന ദിവസങ്ങളിൽ
ദൈവമേ നീ ആണല്ലോ, നീ തൊട്ടില്ലായിരുന്നെങ്കിൽ നീ മാത്രമാണല്ലോ ഒരാശ്രയം. നീയേ നീയേ എൻ്റെ ആശ്രയം, എൻ്റെ ദൈവമേ. രാപ്പകലെന്നാനന്ദം നിന്റെ നാമമാ കർത്താവേ. നീ എന്നും കാവൽ വിളക്കാകണേ, നൊന്തു നീറിക്കേഴുമെൻ്റെ ഏകദൈവം നീ. ഇത്രയും എനിക്ക് ആദ്യം കിട്ടുന്നത്. അച്ഛൻ ഒത്തിരി സമയമെടുത്ത് ചെയ്തൊരു പാട്ടാണെന്നാണല്ലോ പറഞ്ഞത്. എന്നുവെച്ചാൽ നമുക്ക് കേരളത്തിൽ ഒത്തിരി പേര് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ എഴുതുന്നവരുണ്ട്, ട്യൂൺ ചെയ്യുന്നവരുണ്ട്. എഴുത്തുകാർക്ക് വേണ്ടിയിട്ട് അച്ഛൻ എന്തെങ്കിലും ഒരു അനുഭവം ഷെയർ ചെയ്യാൻ പറ്റുമോ? അനുഭവം ഇതാണ്. എഴുതുന്നവരോട് സത്യത്തിൽ പറയാനുള്ളത്, ഒരു എന്താ പറയുക, ഒരു 90 തൊട്ട് എഴുതിയ ഒരാളെന്ന നിലയ്ക്ക് ഏതാണ്ട് 25 വർഷങ്ങൾ നിരന്തരം എഴുതി എന്നുള്ളതാണ് എനിക്ക് ദൈവത്തിന് മുമ്പിലുള്ള ഒരു നന്ദി. നിരന്തരം ഒരു 5 വർഷം കൊണ്ടല്ല, ഇതുവരെ ഈ ഞാൻ പറയുന്നത് ആബേലച്ചൻ അന്ന് നിന്നു എന്ന് പറയുമ്പം അച്ഛൻ ഒരു പക്ഷേ ഒരു സിംഗിൾ സ്റ്റാറായിരുന്നു. ഇന്നെന്ന് പറയുമ്പോൾ ഒരുപാട് പേര് എഴുതുന്നുണ്ട്. അവിടെ 24-25 വർഷം നാഥാ നിനക്കായി പാടി പാടി എന്ന പാട്ട് തൊട്ടിങ്ങനെ കയറി ഇന്ന് വരെ ഏറ്റവും പുതിയ പാട്ട് വരെ സ്വീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ ശ്രമവും ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എഴുതുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സംഗീതത്തെക്കുറിച്ച് എനിക്ക് പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക എന്നല്ലാണ്ടൊന്നുമില്ല. എഴുതുന്നതിനെക്കുറിച്ച് പറയാനുള്ളത്, നമുക്കൊരു പുതുമ എഴുതാൻ പറ്റണമെന്നൊരു വാശി വേണം. ദയവായിട്ട് ഈ കേട്ടത് മാത്രം എഴുതി നിർത്തരുത്. ഏത് പാട്ടിലും ഒരു പുതിയ ദർശനം കൊടുക്കാനില്ലെങ്കിൽ ആ പാട്ട് എഴുതരുത്. ഇപ്പം ഞാനൊരു ഒരു ഈശോയുടെ നാമത്തിൽ അഭിമാനത്തോടെ പറയുക, എൻ്റെ ഞാൻ വഴി എഴുതിയ ഒരു 500 പാട്ടെടുത്തു. അതിൽ 400 ചില്ലുവാനത്തിൽ ഒരു പുതിയ ആശയം എനിക്ക് പറയാൻ കാണും. ഉദാഹരണം തെറ്റിദ്ധരിക്കേണ്ട, പളുങ്കുകടൽ 2000 എപ്പിസോഡ് ഞാൻ ഒരിക്കലും ഇത് പറയുന്നതല്ല, എനിക്കൊരു പുതിയ കൺസെപ്റ്റ് പറയാൻ കാണും. അത് ദൈവം തന്നത്. അപ്പം അത് അന്വേഷിക്കണം നമ്മൾ. അപ്പം അതിനകത്ത് അതന്നെ എനിക്ക് ടോമിൻ തച്ചങ്കിയിലൂടെയൊക്കെ എനിക്ക് നന്ദിയുണ്ട്. എപ്പോഴും ഒത്തിരി എഴുതിപ്പിക്കാൻ പറഞ്ഞു തരത്തില്ല, ഈ നിരന്തരം എഴുതിപ്പിക്കുമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു എത്ര വാക്ക് കേട്ടാലും മതിയാവത്തില്ല. അപ്പം വീണ്ടും 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 എഴുതുമായിരുന്നു. അപ്പോൾ ചുമ്മാ റാൻഡമായിട്ടൊക്കെ എഴുതാൻ ഊഹിച്ചപ്പം നീ അണിഞ്ഞിടും ചെരുപ്പിൻ്റെ കെട്ടുകൾ അഴിക്കുവാൻ പോലും ഞാൻ അയോഗ്യൻ. ഇത് വളരെ ചുമ്മാ എഴുതിയതാ. ഒറ്റ തച്ചങ്കരി പറയും അത് കൊള്ളാം, അതൊരു സ്പെഷ്യലാണ്. അങ്ങനെ എഴുതാൻ പഠിച്ചു എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, സ്വയം എഴുതുന്നതിൽ സംതൃപ്തി ഇല്ലാതിരിക്കുക. നമ്മൾ 2 വരി എഴുതിയിട്ട് അങ്ങ് പൊക്കി പിടിക്കാതിരിക്കുക. അത് വീണ്ടും ഇവാലുവേഷന് കൊടുക്കുക, ആളുകൾ പറയട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ എൻ്റെ ഹൃദയരഹസ്യം പറയുക, ബൈബിൾ ഇമേജറികൾ എടുത്ത് ഉപയോഗിക്കണം. ബൈബിളിൽ ഒത്തിരി വാക്കുകൾ കിടപ്പുണ്ട് നല്ലത്. ഞാനെന്ന ഭാവമാം ഞാങ്ങണത്തണ്ടിനെ, ഈ പ്രയോഗം എനിക്ക് ഞാൻ പണ്ട് പറഞ്ഞാണ് ഒന്ന് ആവർത്തിക്കുന്നത്, ബൈബിളിൽ നിന്ന് കിട്ടുന്നതാണ്. ബൈബിൾ ഇമേജറികൾ ഒത്തിരി എടുത്ത് ഉപയോഗിക്കാം. ലബനോൻ്റെ മണ്ണിൽ കാരകിൽ പോലെ ഞാൻ തഴച്ചാർത്തിടുമേ. ലബനോൻ്റെ മണ്ണിൽ കാരകിൽ പോലെ എന്ന് പറയുമ്പോൾ അത് വേറെ ഒരു ഇമേജറി വെക്കുന്നതിനേക്കാൾ നല്ലതാണ്. ബൈബിൾ കൊണ്ട് സമൃദ്ധമാകും. ബൈബിൾ ഭാഷ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെ ചിന്തിച്ച ഈ പാട്ടും എഴുതിയത്. അപ്പം എഴുതുകയും വേണം, കമ്പോസ് ചെയ്യുകയും വേണമല്ലോ. എനിക്ക് മ്യൂസിക് കിട്ടിയിട്ട് വേണം അതിൻ്റെ എഴുതാൻ. ഞാൻ ഒത്തിരി ഇരുന്ന് വളരെ കഷ്ടപ്പെട്ടു. അപ്പം വളരെ വളരെ സ്ലോയിൽ ഞാൻ ശരിക്കും പരിശ്രമത്തെ ദൈവം മാനിക്കുമെന്നതിൻ്റെ തെളിവായി ഈ പാട്ട്. അപ്പം ഞാനിങ്ങനെ എഴുതി, ഈ മൺകുടീരമോ നിന്റെ ആലയം, എൻ്റെ കുഞ്ഞു നന്മകൾ നെയ്വിളക്കുകൾ, സ്നേഹമുള്ള വാക്കുകൾ, മറന്നു പോകുന്നു, സുന്ദരമാം പുഞ്ചിരി,
ദിവ്യ സ്നേഹമുള്ള വാക്കുകൾ നിന്നെ വാഴ്ത്തും കീർത്തനം, സുന്ദരമാം പുഞ്ചിരി ദിവ്യഗീതമഞ്ജരി, മനവും തനുവും ജീവനും എരിയും മെഴുകിന്നാളങ്ങൾ വാഴ്ത്തുന്നു ദിവ്യഗീതം. കർത്താവേ നീ എന്നും കാവൽ വിളക്കാകണേ, നൊന്തു നീറിക്കേഴുമെൻ്റെ ഏകദൈവം നീ. ശരിക്കും ഈ പാട്ടൊന്ന് പാടിക്കേക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ശരിക്കും ഈ എപ്പിസോഡിൽ വൃത്തിക്കൊന്ന് പാടിക്കേക്കാൻ പറ്റി. ശരിക്കും ഞാൻ കൊതിച്ചതുപോലെ ഒന്ന് പാടിക്കേക്കാൻ പറ്റി. ഇങ്ങനെയുള്ള ബോണി എന്താ പറയാൻ വന്നല്ലോ? അല്ല, ഈ അച്ഛൻ എഴുത്തുകാരെ കുറിച്ച് പറഞ്ഞത് ബൈബിളുമായിട്ട് നല്ലൊരു ബന്ധം വേണം, ബൈബിളിൽ നിന്നുള്ള വാക്കുകൾ എടുക്കണം, എഴുതുന്നതിനെക്കുറിച്ച് സംതൃപ്തി അടഞ്ഞ് നിൽക്കരുത്, വീണ്ടും വീണ്ടും എഴുതണം, വീണ്ടും വീണ്ടും ഒത്തിരി പരിശോധിച്ച് നോക്കണം. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, അച്ഛൻ്റെ വരികൾ സാധാരണ ഒരു പാട്ട് ഒരു 16 വരികൾ കൊണ്ട് തീരും. അച്ഛൻ്റെ മിക്ക പാട്ടുകളിലും അതിനേക്കാൾ കൂടുതൽ വരികളുണ്ടാവും. റിപ്പീറ്റിന് വേറെ വരി എഴുതും. റിപ്പീറ്റിന് വേറെ വരി എഴുതും. അപ്പോൾ അത് എഴുതി ഇനിയും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതിൻ്റെ ഒരു തെളിവ് പറയാം. ഈ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ ആൽബമായി അത് കഴിഞ്ഞു പോയി. സത്രം ശരിക്കും പറഞ്ഞാൽ ഇനി 6 ക്രിസ്മസിൻ്റെ ആൽബങ്ങൾ അടുപ്പിച്ചിറക്കിയിട്ട് ഇനി ഒന്നും എഴുതാനില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. ഇനി എന്നാ എഴുതാനാണ്? പക്ഷെ ഒരു ആൽബം പേര് കിട്ടി, സത്രം എന്ന് കിട്ടി. ഞാൻ പെട്ടെന്ന് പറയുന്നത്, അപ്പോൾ ശരിക്കും ദൈവമേ ഒരു ആൽബം വേണമെന്ന് ചിന്ത വരുന്നു. എല്ലാവരും പറയുന്നു. ബോണി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് ഓർത്ത് ഞാൻ ഏതാണ്ട് വരി എഴുതി. പക്ഷേ നമ്മൾ പിന്നീട് ആൾക്കാർ പറയാൻ ഇടവരികയെന്ന് വെച്ചാൽ വളരെ നല്ല വരികൾ. ഞാൻ ഓർക്കുകയാണ്, അവിടെ ദൈവത്തിൽ ആശ്രയിച്ചപ്പം, ഈ നിരന്തരം പരിശ്രമിച്ചപ്പം പുതിയ പുതിയ ആശയങ്ങളൊക്കെ എഴുതാൻ പറ്റി. അച്ഛൻ വിചാരിച്ചു തീർന്നു പോയെന്ന് ഓർത്ത്. പക്ഷേ ഇനിയിപ്പം മഞ്ഞും തണുപ്പും കാറ്റും ഇനി നമുക്കായിട്ടൊന്നും പറയാനില്ല. 6 ആൽബം ഏതാണ്ട് 70 പാട്ട് അടുപ്പിച്ച് ക്രിസ്മസിനെ കുറിച്ച് തന്നെ എഴുതി കഴിഞ്ഞു. നമുക്ക് മാത്രം എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ താരാട്ട് എഴുതി, കരച്ചിലെഴുതി, അലച്ചിലെഴുതി, പിടച്ചിലെഴുതി, തിയോളജി എഴുതി, എല്ലാം കഴിഞ്ഞു. പക്ഷേ എന്നാലും ഇത്തവണ എഴുതിയപ്പം എഴുതാൻ പറ്റിയായിരുന്നു. പുൽക്കൂടകം കണ്ടിടുവാൻ ആരാകിലും കുനിയേണം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതാൻ പറ്റി. ഒരു വരിക്ക് എഴുതി എന്താ, പുൽമേടുകളിൽ ഇടയന്മാർ, മ്യൂസിക് ചെയ്യാൻ പാടുന്നത് കഴിഞ്ഞു പോയല്ലോ, ഇടയന്മാർ നടനമാടുവാൻ എന്തു കാരണം, ദിവ്യ പൈതലോ ഈ സത്യം ലോകമറിയുവാൻ നാമെല്ലാം സുവിശേഷമാകണം, എന്നാലേ ക്രിസ്മസ് ആകൂ. ശരിക്കും ക്രിസ്മസിനെ കുറിച്ച് സുവിശേഷ വേലയായിട്ട് ബന്ധിപ്പിക്കാം ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ്. അപ്പം ഈ പാട്ടിൽ തന്നെ എൻ്റെ ബോണി എൻ്റെ ചരണം എഴുതണമല്ലോ. അപ്പം ഞാൻ ഓർത്ത് ഇനി അതിനെ അങ്ങനെ എഴുതും. അപ്പം എഴുത്തുകാർ ശ്രദ്ധിക്കേണ്ടത് പാറ്റേൺ കളയരുത്. ഇപ്പം ഈ മൺകുടീരമോ നിൻ്റെ ആലയം, എൻ്റെ കുഞ്ഞു നന്മകൾ നെയ്വിളക്കുകൾ, സ്നേഹമുള്ള വാക്കുകൾ നിന്നെ വാഴ്ത്തും കീർത്തനം, സുന്ദരമാം പുഞ്ചിരി ദിവ്യഗീത മഞ്ജരി. അപ്പം ഇത്രയും നിനക്കുള്ള ആരാധനയുടെ പാട്ടാണ്, വഴികളാണ്. അപ്പം ചരണം വന്നു. കണ്ണുനീർക്കണങ്ങളോ പ്രാർത്ഥനാജപം, എൻ്റെ നൊമ്പരങ്ങളോ പുണ്യതീർത്ഥവും, ഞാൻ സഹിച്ച യാതന പുണ്യധൂപച്ചുരുളുകൾ, വേദനിച്ച യാമങ്ങൾ പൂജയ്ക്കുള്ള പൂക്കളും, അനുഭവമഖിലവുമേശുവേ അനുപമ നന്മകളാക്കി നീ ആശീർവദിക്കേണമേ. എല്ലാ അനുഭവങ്ങളും കണ്ണുനീർക്കണങ്ങളോ പ്രാർത്ഥനാജപം, എൻ്റെ നൊമ്പരങ്ങളോ പുണ്യതീർത്ഥവും, ഞാൻ സഹിച്ച യാതന പുണ്യധൂപച്ചുരുളുകൾ, വേദനിച്ച യാമങ്ങൾ പൂജയ്ക്കുള്ള പൂക്കളും, അനുഭവമഖിലവുമേശുവേ. ഇനി എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം
അനുപമ നന്മകളാക്കി നീ ആശീർവദിക്കണമേ. ഒരു ടോട്ടൽ ലൈഫ് സമർപ്പിച്ച ഈ പാട്ട് കമ്പോസ് ചെയ്ത് ഇറങ്ങി എനിക്ക് ഇന്നും ഒരു മുഴുവൻ സമർപ്പണത്തിൻ്റെ ആനന്ദമുണ്ട് ഈ പാട്ട്. പക്ഷെ ആരും പൊതുവെ കേട്ടില്ല, ശ്രദ്ധിച്ചില്ല. അതിലൊന്നൊരു ദുഃഖമില്ല, ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ തോന്നി. പക്ഷേ നമ്മൾ ഈ എപ്പിസോഡിൽ ഈ പാട്ടെടുത്തപ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലായപ്പോഴാണ് ഈ പാട്ടിൻ്റെ ഒരു വില മനസ്സിലാവുന്നത്. നമുക്ക് പിന്നെ തന്നെയല്ല ഇതിൻ്റെ ഇത് പറഞ്ഞ് നമ്മൾ തീർക്കുമ്പം ഈ ദൈവാശ്രയത്തിൻ്റെ ബലം ജെറമിയ 17 കിടപ്പുണ്ടല്ലോ. ശരീരശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ്. അവന് ഋതുഭേദങ്ങളെ ഭയമില്ല, വേനലിനെ ഭയമില്ല. അപ്പം അങ്ങനെ ഒരു ഭയമില്ലായ്മയുടെ ശാന്തത ദൈവം ഈ പാട്ടിൽ തന്നു. കണ്ണുനീർ കണങ്ങൾ പ്രാർത്ഥനയാണ്, വേദനകൾ ധൂപാർച്ചനയാണ്. എല്ലാത്തിനെയും ഒരു ആരാധനയുമായി ബന്ധിപ്പിച്ചു സമർപ്പിക്കാൻ പറ്റി. അത് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കാം. ദൈവമേ മാറ്റിവെക്കാതെ എല്ലാം സമർപ്പിക്കാൻ ഇടവരട്ടെ. കർത്താവെ അപ്പവും വീഞ്ഞും എടുത്ത് മാറ്റി വയ്ക്കുമ്പോഴാണ് അങ്ങോട്ട് കർത്താവെ അപ്പുറത്തെ അലമാരിയിരിക്കുന്ന അപ്പവും വീഞ്ഞും എടുത്ത് ഉയർത്തി സമർപ്പിച്ചപ്പോഴാണല്ലോ അത് നിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നത്. മാറ്റിവെക്കാതെ മറിഞ്ഞിരിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കും, വീഞ്ഞായിരിക്കും, അത് വെറും അപ്പമായിരിക്കും. എന്നാൽ ഇതാ ഞങ്ങളിപ്പം കണ്ണുനീരും ഭാരവും തകർച്ചയും നിരാശയും സന്തോഷവും മേന്മയും വിജയവും അവാർഡും സന്തോഷങ്ങളും ഭാഗ്യങ്ങളും വരുമാനവും എല്ലാം അനുഭവമഖിലവും യേശുവേ ആരാധനയായി നൽകുന്നു. എല്ലാം തരുന്നു കർത്താവേ, ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും തരുന്നു. ലോകം മുഴുവനെയും ഒരു അപ്പമായി എടുത്ത് നീ റൂഷ്മ ചെയ്യണമേ. എല്ലാ ഭൂഖണ്ഡങ്ങളെയും റൂഷ്മ ചെയ്യണമേ. ഈ എനർജി ഞങ്ങളുടെ ഈ മനസ്സിൻ്റെ ചേർച്ചയുടെ ഫലം എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും വീശപ്പെടുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. സ്നേഹമുള്ള വാക്കുകൾ നിന്നെ വാഴ്ത്തും കീർത്തനം സുന്ദരമാം പുഞ്ചിരി പുണ്യഗീതമഞ്ജരി മനവും തനവും ജീവനും എരിയും മെഴുകിൻ മനവും തനവും ജീവനും എരിയും
പൂജയ്ക്കുള്ള പൂക്കളും അനുഭവമഖിലവും യേശുവേ അനുപമ നന്മകളാക്കി നീ അനുഭവമഖിലവും യേശുവേ അനുപമ നന്മകളാക്കി നീ ആശീർവദിക്കണമേ നീ എൻ്റെ ആശ്രയം എൻ്റെ ദൈവമേ രാപ്പകലിന്നാനന്ദം നിന്റെ നാമമാ കർത്താവേ നീ എന്നും കാവൽ വിളക്കാകണേ നൊന്തു നീറിക്കീഴുമെൻ്റെ ഏകദൈവം നീ എൻ്റെ ആശ്രയം എൻ്റെ ദൈവമേ രാപ്പകലിന്നാ